സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെതായ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട ഓരോ പൗരനും അത് ലഭിക്കുകയും ചെയ്യും. അവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് കരിനിയമങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയാണ് പിടികൂടാനും വേട്ടയാടാനും ശ്രമിക്കുന്നതെങ്കിൽ നാളെ ഞാൻ പറയുന്നു, ഇന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ UAPA-ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിൽ നാളെ ഒരു ഘട്ടത്തിൽ സീതാറാം യെച്ചൂരിക്കും പ്രകാശ് കാരാട്ടിനും കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ചെങ്കടി ഓന്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് സമരം നടത്തേണ്ട നാളുകളാണ് വരാനിരിക്കുന്നത് എന്ന് അന്ന് ഞങ്ങൾക്ക് ഈ കരിനിയമം ആദ്യമായി പ്രയോഗിച്ചിട്ടുള്ളത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കോടിയേരി ബാലകൃഷ്ണനാണെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും ഞങ്ങൾ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചക്രത്തിൽ മാറിമറിവിൽ വരാനിരിക്കുന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം, നമ്മളെല്ലാം നിശബ്ദരായിരുന്ന സമയത്ത്, നമ്മളെല്ലാം ഭയപ്പെട്ടിരുന്ന ഒരു സമയത്ത്, മൗനികളായിരുന്ന ഒരു സമയത്ത് എല്ലാവരും കൂടി ഒരു സുപ്രഭാതത്തിൽ 2008 നവംബർ 30 ഇന്ത്യൻ പാർലമെന്റിലെ ഒരു